പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. എന്തോ വന്ന പോലെ തോന്നിയില്ലടാ. അതെ അച്ഛാ. കഥ തുറന്നു കിടക്കാണല്ലോ. നമ്മൾ അടച്ചിട്ടില്ലേ പോന്ന്? അച്ഛൻ നിക്ക്, ഞാൻ വരുന്നു. അച്ഛാ അച്ഛൻ പതുക്കെ, അച്ഛൻ പതുക്കെ പോ. ദേവസേനെ, എന്തു പറ്റി മോളെ? ദേവസേനെ, അയ്യോ ദേവസേനെ, ദേവസേനെ, അയ്യോ എന്തു പറ്റി മോളെ നിനക്ക്? ദേവസേനെ, ദേവസേനെ മോളെ കണ്ണു തുറന്നേ. അയ്യോ കുഞ്ഞിന് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഇവളെന്താ ഇങ്ങനെ ശ്വാസം വലിക്കുന്നത്? മോളെ എന്താ ഇങ്ങനെ? ഇതിനു മുമ്പ് ഒന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ മോളെ. മോളെ ദേവസേനെ, അയ്യോ ലക്ഷ്മി, എടി ലക്ഷ്മി, എടി ലക്ഷ്മി ഒന്ന് എഴുന്നേക്ക്. എടി ലക്ഷ്മി ഒന്ന് എഴുന്നേക്കാൻ. പോത്തുപോലെ കിടന്നുറങ്ങുക. എടി എടി എഴുന്നേക്കാൻ. എന്താ തമ്പ്രേട്ടി? ദേവസേനയ്ക്ക് വീസിംഗ് ആണെന്നാ തോന്നുന്നത്. അയ്യോ, കുറച്ച് ചുക്ക്, തിപ്പല്ലി, കുരുമുളക് എല്ലാം കൂടി ഇട്ട ഒരു കഷായം വെക്ക്. കുറച്ച് പനങ്കൽക്കണ്ടം കൂടി ചേർത്തോ, വേഗം വേണം. ഈ സമയത്താരാ മിക്സി ഉപയോഗിക്കുന്നത്?
ലക്ഷ്മി ഈ നേരത്തെ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? തമ്പുരാട്ടി കഷായം ഉണ്ടാക്കാൻ പറഞ്ഞ അത് എടുത്തോണ്ടിരിക്കുക. ആന്റിക്ക് എന്ത് പറ്റി? തമ്പുരാട്ടിക്കൊന്നുമില്ല, ദേവസേനയ്ക്ക് ശ്വാസം മുട്ടില്ല. എന്ത്? ദേവസേനയ്ക്ക് ശ്വാസം മുട്ടലോ? ആ ദേവസേനെ മോളെ, ദേവസേനെ ഒന്നുമില്ലടാ മോളെ, മോളെ. അയ്യോ മോളെ, എന്തോ ഒരു വീസിങ് മോളെ. മോളെ ദേവസേനെ അയ്യോ എന്തു പറ്റി ആന്റി? നീ പേടിക്കാതിരിക്കും മോനെ. അവള് കഴിച്ചതെന്തോ അവക്ക് വയറ്റി പിടിച്ചില്ലെന്ന് തോന്നുന്നു. അയ്യോ അയ്യോ ഉറക്കത്തിൽ പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടായി. കഷായം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് കഴിച്ചാൽ ശരിയാവും. ഇല്ല ആന്റി, മോളെ ശ്വാസം ഇവിടെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? ഞാൻ ആശുപത്രി കൊണ്ടുപോവാ. നിക്ക, ഞാനും കൂടെ വരാം. ഇല്ല ആന്റി, എടാ. ഞാൻ പോവാ, ഞാൻ കൊണ്ടുപോകോളാം. അരുണേ, അരുണേ, ഡോക്ടറെ കണ്ടിട്ട് എന്നെ നീ വിളിക്കണേ. വിവരം അറിയുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ശരി ആന്റി. രക്ഷപ്പെട്ടല്ലോ അവൻ. എന്റെ മുഴുവൻ ശക്തി തിരിച്ചു കിട്ടിയിട്ടും എനിക്ക് അവനെ ഇല്ലാതാക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലെ ആദ്യത്തെ ശത്രുവിനെ ഇല്ലാതാക്കുന്ന നേരത്ത് ആ കുഞ്ഞ് തടസ്സമായി നിന്ന് എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ. ഒന്നില്ലാതാക്കുന്നതിന്റെ വേദന എന്താണെന്ന് രാജശേഖരൻ അറിയുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയാണ് എന്റെ പദ്ധതിയെല്ലാം പൊളിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ആ കുട്ടിയെ ഇനി ജീവനോടെ വിട്ടുവയ്ക്കാൻ പാടില്ല. അരുണിനെ കണ്ടില്ല. തമ്പുരാട്ടി, കൊച്ചമ്പുരാൻ വന്നു. അവൻ വന്നോ? ആ. അരുണേ, ആന്റി, ഡോക്ടർ എന്താ മോനെ പറഞ്ഞത്? പേടിക്കാനും മാത്രം ഒന്നുമില്ല ആന്റി. ഓ, ഇപ്പോഴാ ഒരു സമാധാനമായത്. തണുത്ത ആഹാരം എന്തോ കഴിച്ചതുകൊണ്ടുള്ള പ്രശ്നം.
കുറച്ച് ദിവസത്തേക്ക് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. കുഞ്ഞിന് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായപ്പോ ഞാൻ ആകെ വിഷമിച്ചു പോയി. ഭാഗ്യം, ദേവസേനയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്താ ആന്റി, അച്ഛനോട് ഇതൊന്നും പറയാൻ പോണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. എന്നിട്ടും എന്തിനാ ആന്റി മോൾക്ക് സുഖമില്ല എന്നുള്ള കാര്യം അച്ഛനോട് പറയാൻ പോയാ? അതല്ല മോനെ, രാവിലെ എഴുന്നേറ്റ് ഉടനെ നീ എവിടെയാണെന്ന് ചോദിച്ചു. അവൻ അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ എങ്ങനെ നോണ പറയൂടാ? അച്ഛൻ പേടിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നില്ലേ. ദേവസേനയ്ക്ക് നോർമലാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അച്ഛന് സമാധാനമായത്. അത് പിന്നെ അങ്ങനല്ലേ, അവനൊരു പേരക്കുട്ടിയല്ലേ ഉള്ളൂ. ഇവക്ക് എന്തെങ്കിലും വന്നാ അവന് സഹിക്കാൻ പറ്റുമോ? അതിരിക്കട്ടെ, നിങ്ങൾ മാത്രമേ വന്നുള്ളൂ. അവൻ എന്തിയടാ? അച്ഛൻ മായെ കാണാൻ വേണ്ടി പോയിരിക്കുക. അത് ശരി, അവൻ സ്വാമിയെ കാണാൻ പോകാനിരുന്നതാ. ഇപ്പോ ധർമ്മരായനും മുരളിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതേ ഉള്ളൂ. ശരി, കുഞ്ഞിന് വല്ലാത്ത ക്ഷീണം കാണും. നീ അവളെ മുറി കൊണ്ടുപോയി കിടത്ത്. ആന്റി, മോക്കിപ്പം മരുന്ന് കഴിക്കേണ്ട സമയാ. ഡോക്ടർ കഞ്ഞി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗംഗയുടെ ദേവസേന, ദേവസേന മോളെ, ദേവസേന. അയ്യോ, എന്തായാലും മോൾക്ക് ദേവസേനയ്ക്ക് വീസിംഗ് ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നു പോയി. അറിയോ, എന്നെ ഒന്ന് ഉണർത്തിയിരുന്നെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നില്ലേ. എന്റെ അടുത്തൊരു വാക്ക് പറയാതല്ലേ അവളെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയത്. അവളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മാത്രമേ വിഷമമുള്ളൂ, എനിക്കില്ലേ? ഇവളുടെ കണ്ടീഷൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവളെ എടുത്തോണ്ട് പോയെ. ദേവസേന, നീ രാത്രി കുൽഫി കഴിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നത്. എന്റെ പൊന്നു മോളല്ലേ, നീ അതൊന്നും ഇനി കഴിക്കണ്ട കേട്ടോ. ദേവസേന നല്ല കുട്ടിയല്ലേ, നമ്മൾ പറയുന്നതൊക്കെ കേട്ടോളൂ. അരുണേ, നീ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി റെസ്റ്റ് എടുക്ക്. ശരി ആന്റി. ഗംഗേ, ദേവസേനയ്ക്ക് മരുന്ന് കൊടുക്കണം. നീ പോയി കഞ്ഞി റെഡിയാക്കാൻ നോക്ക്. വേഗം ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ആ ശരി മോനെ. എന്നാ പോവാ. മഞ്ജു, കാല് വല്ലാതെ വേദനിക്കുന്നു. കുഴമ്പ് വരട്ടി ഒന്ന് തിരുമിയ. എന്റെ പൊന്നെ ചേച്ചി, എന്നെ വിട്ടേരെ. ഏത് നേരം നോക്കിയാലും കഴുത്തുവേനെ കാലുവേനെ, ബാക്കിയുള്ളൊരു തീരുമാനം. എന്റെ കാല് വേദനിക്കുന്നതിന് ഇവളെന്തിനാ തുള്ളുന്നത്? ഈ കഞ്ഞിയായിരിക്കും നീ അവസാനമായിട്ട് കുടിക്കുന്നത്. വഴി എനിക്കറിയാം. ശത്രുവിനെ ഇല്ലാതാക്കുന്ന നേരത്ത് ആ കുഞ്ഞു തടസ്സമായി നിന്ന് എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ. ഒന്നില്ലാതാക്കുന്നതിന്റെ വേദന എന്താണെന്ന് രാജശേഖരൻ അറിയുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയാണ്
എന്റെ പദ്ധതിയെല്ലാം പൊളിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ആ കുട്ടിയെ ഇനി ജീവനോട് വിട്ടിരിക്കാൻ പാടില്ല. അയ്യോ അങ്ങനെയൊന്നും പറയലടാ മോളെ. കഞ്ഞി കുടിച്ചാലല്ലേ നമുക്ക് എനർജി കിട്ടൂ. ഏയ് അപ്പൊ എന്റെ പൊന്നുമോള് കഴിക്കുമല്ലോ. വെരി ഗുഡ്. ദേവസേന വാ കഞ്ഞി കുടിക്കാം. ഗംഗെ, കഞ്ഞി കുടിച്ചതിന് ശേഷം മോക്ക് മരുന്ന് കൊടുക്കണം. ആ മരുന്ന് കാറിലുള്ളത് ഒന്ന് എടുത്തോണ്ട് വരോ? ആ എടുക്കാം. ഏയ് നമുക്ക് കഞ്ഞി കുടിക്കാം. അച്ഛൻ കോരി തരാമേ. ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് വേണ്ട അച്ഛാ. ഇല്ല മോളെ, അങ്ങനെ ഒന്നുമില്ല. സുഖമില്ലാത്തപ്പോ കഞ്ഞിയാ നല്ലത്. മോളൊന്ന് കഴിച്ചു നോക്കിയേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാ അച്ഛൻ കുറച്ച് കഴിച്ചിട്ട് നല്ലതാണോന്ന് പറ. അത് കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞി കുടിച്ചോളാം. അത്രേ ഉള്ളു. ശരി. നിന്റെ മകൾക്കൊരുക്കിയ മരണത്തിന്റെ കെണിയിൽ നീയും വീഴാൻ പോകുന്നു. രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള യാത്ര. നിന്റെ മകൾക്കൊരുക്കിയ മരണത്തിന്റെ കെണിയിൽ നീയും വീഴാൻ പോകുന്നു. രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള യാത്ര. ഹലോ. പറയേ. ഓ അങ്ങനെയാണോ? ശരി, നിങ്ങൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്തോ. ഞാനൊരു 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിയേക്കാം. ഓക്കെ. അതെ, ഒരു മിനിറ്റ്. എന്താ? ഇവൾക്ക് ഇവിടുന്ന് കഞ്ഞി കൊടുക്കുന്ന കാര്യം നടക്കില്ല. ഞാൻ പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കുടിപ്പിക്കാം. ശരി, തരൂ. വാ മോളെ. മോള് പോയി കഴിച്ചിട്ടോ. വേണ്ട, വാ, എനിക്ക് അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ചേച്ചി. കഞ്ഞി കുടിക്കണം. സാറല്ല, അത് പ്രശ്നമൊന്നുമില്ല, ഞാൻ എത്തിക്കോളാം. ഓക്കെ, ഷോ. നല്ല മോളെ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്ക് കഞ്ഞി വേണ്ട. അങ്ങനൊന്നും പറയരുത് മോളു. മരുന്നൊക്കെ കുടിക്കാനുള്ളതല്ലേ? കുറച്ചെങ്കിലും കുടിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല ഗഗ ചേച്ചി. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. അങ്ങനെ വേണ്ടെന്ന് പറയരുത്. കുടിക്ക്. എന്താ ഇവിടെ? എന്താ? എനിക്ക് വേണ്ട. എനിക്ക് ഇഷ്ടമല്ല. നിക്ക് ദേവസേനെ, മോളെ ഓടാതെന്ന്. എനിക്ക് തരണ്ടെന്ന് പറഞ്ഞു. നിക്കടി. ദേവസേനെ, മരുന്ന് കഴിച്ചാലേ അസുഖം മാറുമെന്ന് മോളോട് ഡോക്ടർ പറഞ്ഞില്ലേ? വാശി പിടിക്കാതെ കഴിക്കും മോളെ. മരുന്നിന് കയ്പ. എനിക്ക് വേണ്ട മുത്തശ്ശി. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചക്കര തരാം. മോള് കഴിക്കടാ. വേണ്ട. ആദ്യം മോളി കഞ്ഞി കുടിക്കും. എനിക്ക് വേണ്ട. ഇല്ല, ചേച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞാ വേണ്ടാന്ന് പറ്റില്ല. കഴിച്ചേ മതിയാവൂ. കുറച്ചെങ്കിലും ഇല്ല, ഞാൻ കഴിക്കില്ല. നല്ല മോളെ എനിക്ക് പറഞ്ഞ കേക്ക് ഇഷ്ടമല്ല. കുട്ടി. എത്ര നേരം പറയുന്ന കേക്ക് മോളെ. ഇത് കഴിക്കേ. എല്ലാരും പറയുന്ന കേൾക്കുന്നില്ലേ? കഴിക്കും മോളെ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ, നീ ഇപ്പൊ കഴിക്കുന്നുണ്ടോ ഇല്ലയോ? എടാ അരുണേ, സുഖമില്ലാത്ത കുഞ്ഞിനോടാണോ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ വാശി പിടിച്ച ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയാൻ. ആഹാ, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതേ ഒരു നിസ്സാര കാര്യമാണോ? അതിന് കുറച്ച് ക്ഷമ വേണം. നീ കുഞ്ഞായിരുന്നപ്പോഴേ നിന്റെ അച്ഛൻ ആന കളിച്ചും കുതിര കളിച്ചും ഒക്കെയാ നിനക്ക് ചോറ് തന്നോണ്ടിരുന്നത്. എന്നാലേ നീ കഴിക്കുള്ളായിരുന്നു. ആന്റി, ഇതേത് കാലത്ത് ആന്റി ജീവിക്കുന്നത്? ഞാൻ പിടിച്ചിരാ, നീ ഒന്ന് കോരിക്കൊടുത്തു. വാശി പിടിക്കാതെ കഴിക്കും മോളെ. നല്ല മോളല്ലേ. കഴിക്ക്.
ദേവസേനെ പറയുന്ന കേക്ക് കഴിക്കണം കഴിക്കാൻ മോളെ, നീ വാ തുറക്കാൻ. നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല. നിന്നോട് വാ തുറക്കാനാ പറഞ്ഞ കുറച്ച് ദേവസേനെ. അയ്യോ ശോ. ദേ, നിനക്ക് കഴിക്കാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കിയത്? എന്തെത്ര പിടിവാശി നിനക്ക്? ഈയിടെയായിട്ട് അഹങ്കാരം ഇത്തിരി കൂടുതലുണ്ട് നിനക്ക്. ഗംഗ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കുഞ്ഞവളുടെ അറിവില്ലായ്മ കൊണ്ട് അത് തട്ടിക്കളഞ്ഞു. കഞ്ഞിയല്ലേ, അത് സാരമില്ല, പോയെങ്കി പോട്ടെ. അതല്ല വല്യമ്പുരാട്ടി, ഒന്നും കഴിക്കാതെ ഇവളിങ്ങനെ പട്ടിണി കിടന്ന ഗുളിക കൊടുക്കാൻ പറ്റില്ലല്ലോ, അതാ. സാരല്ല, പോട്ടെ മോളെ, കരയണ്ട. ആ ശരി ശരി, വേറെ കഞ്ഞി കൊണ്ടുവാ. എന്താ ആലോചിക്കുന്നേ? വേഗം കഞ്ഞി കൊണ്ടുവാ. തമ്പുരാട്ടി കാപ്പി. ആ കാപ്പിയൊക്കെ പിന്നെ ആദ്യം ഇത് ക്ലീൻ ചെയ്യ്. സാരില്ല, ഞാൻ ക്ലീൻ ചെയ്തോളാം. നീ കാപ്പി ഇങ്ങ് തരൂ, വേഗം കഞ്ഞി എടുത്തോണ്ടോ. ആ ശരി മോളെ. നീ എന്തിനാ ചെയ്യുന്നേ? അവള് ചെയ്യട്ടെ. സാരില്ല വല്യമ്പുരാട്ടി, ഞാൻ ചെയ്തോളാം. നീ ചെയ്യണ്ട, അവള് ചെയ്തോളും. അയ്യോ അത് സാരില്ല, നീ വേഗം എടുത്തോണ്ട് വാ. കരയില്ലടാ മുത്തേ, പോട്ടെ, സാരില്ല. ഗംഗേ, എന്തു പറ്റി? നല്ല ചൂടാ. ഓ, എന്നാ കൈ കൊണ്ട് എടുക്കണ്ട മോളെ.